ഇതാണ് അന്റാർട്ടിക്ക. നൂറ്റാണ്ടുകളായി മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും ഒരു വലിയ രഹസ്യമായി തുടരുന്നതുമായ ഒരു പ്രദേശം. അത് ബ്ലഡ് വാട്ടർഫോൾസ് ആകട്ടെ, നിഗൂഢമായ ജീവികളാകട്ടെ, ഭൂഗർഭ തടാകങ്ങളാകട്ടെ, അല്ലെങ്കിൽ മണ്ണിടയിൽ മറിഞ്ഞുകിടക്കുന്ന നഗരങ്ങളാകട്ടെ, അന്റാർട്ടിക്കയെ കുറിച്ച് ഇന്നും ചുരുളഴിയാത്ത നിരവധി മിത്തുകളും രഹസ്യങ്ങളും ഉണ്ട്. മനുഷ്യവാസമില്ലാത്ത ലോകത്തിലെ ഏക ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. കാരണം ഇവിടുത്തെ താപനില -90°C വരെ താഴാറുണ്ട്. അതിനോടൊപ്പം മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന മഞ്ഞുകാറ്റുകളും ഇവിടെയുണ്ട്. അതുപോലെ അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും വരണ്ട ഭൂഖണ്ഡം കൂടിയാണ്. ഇവിടെ വെറും 51 മില്ലിമീറ്റർ മഴ മാത്രം ലഭിക്കുന്നതിനാൽ ഇതിനെ ഒരു മരുഭൂമി എന്ന് വിളിക്കുന്നു എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അന്റാർട്ടിക്കയുടെ രഹസ്യങ്ങൾ മറഞ്ഞ ലോകത്തിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത്. സ്റ്റോറി ലോകത്തിന്റെ വേറൊരു അത്ഭുതകരമായ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 100 വർഷമായി പല രാജ്യങ്ങളും അന്റാർട്ടിക്കയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയുടെ ഈ മാപ്പ് നോക്കൂ. ഈ ഭാഗം ഫ്രാൻസ് അവകാശപ്പെടുന്നു, ഈ ഭാഗം നോർവേയും, ഓസ്ട്രേലിയ ഇതിന്റെ വലതുവശം മുഴുവൻ അവകാശപ്പെടുന്നു. ഇതുപോലെ ബ്രിട്ടൻ, ചിലി, അർജന്റീന, ന്യൂസിലാൻഡ് എന്നിവരും അന്റാർട്ടിക്കയുടെ ചില ഭാഗങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ലോകശക്തികൾ ഇതിന്റെ നിയന്ത്രണം ആഗ്രഹിക്കാൻ മാത്രം ഈ മഞ്ഞുപാളികൾക്ക് താഴെ എന്താണുള്ളത്? ഇന്ന് നമ്മൾ അന്റാർട്ടിക്കയിലെ ചില രഹസ്യങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. അതോടൊപ്പം അന്റാർട്ടിക്ക യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് ആരാണ് എന്നും നമ്മൾ അന്വേഷിക്കും. അവസാനമായി ലോകശക്തികൾക്ക് മാത്രം അറിയാവുന്ന, അവർ അന്റാർട്ടിക്കയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ആ രഹസ്യങ്ങൾ ഈ മണ്ണിനടിയിൽ എന്താണ് എന്നും നമ്മൾ നോക്കും. അന്റാർട്ടിക്കയെ കണ്ടെത്തിയത് ആരാണ്? ഈ ചോദ്യം നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ബ്രിട്ടീഷുകാർ പറയുന്നത് അവരാണ് അന്റാർട്ടിക്കയെ കണ്ടെത്തിയത് എന്ന്. എന്നാൽ റഷ്യക്കാർ പറയുന്നത് തങ്ങളാണ് ആദ്യം അവിടെ കാൽ കുത്തിയത് എന്ന്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടൽ അന്റാർട്ടിക്കയെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്നും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും പരസ്പരം പ്രതിബിംബങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2021 റോയൽ സൊസൈറ്റി ഓഫ് ന്യൂസിലാൻഡ് പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള പോളിനേഷ്യൻ ദ്വീപുകളിൽ താമസിക്കുന്ന മാവോറി വിഭാഗക്കാരാകാം 7ാം നൂറ്റാണ്ടിൽ അന്റാർട്ടിക്കയിലെത്തിയ ആദ്യ മനുഷ്യർ. കാരണം അവരുടെ പുരാണ കഥകളിൽ തെക്ക് വശത്തുള്ള ഒരു മഞ്ഞ് ഭൂഖണ്ഡത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എങ്കിലും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം അനുസരിച്ച് അന്റാർട്ടിക് സർക്കിൾ മുറിച്ചു കിടന്ന അന്റാർട്ടിക്കയ്ക്ക് സമീപമെത്തിയ ആദ്യ യൂറോപ്യൻ ബ്രിട്ടീഷ് ഓഫീസറായ ജെയിംസ് കുക്ക് ആയിരുന്നു. പക്ഷേ അന്റാർട്ടിക്കയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ വെച്ച് അദ്ദേഹം തന്റെ കപ്പലിനെ തിരിച്ചുവിട്ടു. കാരണം അദ്ദേഹത്തിന് അന്റാർട്ടിക്ക കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കടലിൽ ഒഴുകുന്ന ഹിമപാളികൾ കാണാമായിരുന്നു. കടൽ അത്രയും ശക്തമായതിനാൽ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപകടമായിരുന്നു. അതുകൊണ്ടാണ് ജെയിംസ് കുക്ക് പറഞ്ഞത് ഈ തെക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നത് അത്രയും അപകടകരമാണ് എന്നും ഒരു മനുഷ്യർ അവിടെ എത്തിയേക്കില്ല എന്നും. ക്യാപ്റ്റൻ കുക്കിന് ശേഷം മറ്റു പലരും അന്റാർട്ടിക്ക കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സാമ്പത്തിക ആധിപത്യത്തിനായി രാജ്യങ്ങൾക്കിടയിൽ മത്സരം ആരംഭിച്ചു. ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വിഭവങ്ങളും പുതിയ വ്യാപാര പാതകളും കണ്ടെത്തുകയും വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഓരോ രാജ്യവും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിച്ചു. അതിനാൽ പരിവേഷണങ്ങൾ അതിന്റെ ഉച്ചസ്ഥലത്തിലായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ 1919 റഷ്യൻ സാമ്രാജ്യം റഷ്യൻ പരിവേഷണകനായ ഹാബിൽ വോൺ ബെല്ലിംഗ്ഷൗനെ ലോകം ചുറ്റി പുതിയ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കണ്ടെത്താൻ നിയോഗിച്ചു. 1820 ഹബിയൻ ക്യാപ്റ്റൻ കുക്കിന്റെ പ്രവചനം തെറ്റാണ് എന്ന് തെളിയിക്കുകയും സൗതേൺ ഓഷ്യനിൽ എത്തി അന്റാർട്ടിക്കയെ വളരെ അടുത്തുനിന്ന് കാണുകയും ചെയ്തു. അദ്ദേഹം അന്റാർട്ടിക്കയിൽ കാലുകുത്തിയില്ലെങ്കിലും ആധുനിക ചരിത്രത്തിൽ അന്റാർട്ടിക്ക കണ്ട ആദ്യ മനുഷ്യനായി അദ്ദേഹം അറിയപ്പെട്ടു. പിന്നീട് 1920-നിടയിൽ നിരവധി പരിവേഷകർ അന്റാർട്ടിക്കയിലേക്ക് തിരിച്ചു. ബ്രിട്ടീഷ് പരിവേഷകനായ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട് 1911 തന്റെ ടീമിനൊപ്പം അന്റാർട്ടിക്കയിൽ ഇറങ്ങി ഏകദേശം 400 മീറ്റർ മുന്നോട്ടു പോയി. എന്നാൽ മോശ കാലാവസ്ഥയും വിശപ്പും കാരണം അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ മടക്കയാത്ര ഭയാനകമായിരുന്നു. സ്കോട്ടും സംഘവും കഠിനമായ തണുപ്പിലും മഞ്ഞുകാറ്റിലും കുടുങ്ങി എല്ലാവരും മരണപ്പെട്ടു. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും തങ്ങളുടെ ടീമുകളെ ഇവിടേക്ക് അയക്കുകയും ഈ ഭൂഖണ്ഡത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 1939 ഹിറ്റ്ലറുടെ
നിർദ്ദേശപ്രകാരം ജർമ്മൻ വ്യോമസേന ഇവിടെ നാസി പതാകകൾ താഴെയിട്ടു. ഈ പ്രദേശം നാസി ജർമ്മനിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും ഇവിടെ തങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇവിടെ നിന്നാണ് അന്റാർട്ടിക്കയെ കുറിച്ചുള്ള നിഗൂഢമായ കണ്ടെത്തലുകൾ ആരംഭിച്ചത്. ആദ്യത്തെ പ്രധാന നിഗൂഢത ഒരു കാലത്ത് അന്റാർട്ടിക്കയിൽ മഞ്ഞല്ല മറിച്ച് വനങ്ങളായിരുന്നു എന്നതാണ്. എംപെരിക്കൽ കോളേജ് ഓഫ് ലണ്ടനിലെ ശാസ്ത്രജ്ഞർക്ക് ഇവിടെ നിന്ന് ഫോസിലൈസ്ഡ് മരങ്ങൾ ലഭിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 90 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്കയിൽ വനങ്ങളും ഒരു ചൂടുള്ള ഭൂഖണ്ഡവുമായിരുന്നു എന്നാണ്. കൂടാതെ ചൂടുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രാണികളുടെ ഫോസിലുകളും അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അന്റാർട്ടിക്കയെ കുറിച്ചുള്ള രണ്ടാമത്തെ വലിയ നിഗൂഢത 3 കിലോമീറ്റർ കനമുള്ള മണ്ണിനിടയിൽ 400 തടാകങ്ങൾ ഉണ്ടെന്നതാണ്. അവയ്ക്ക് സ്വന്തമായ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. ലോകത്ത് മറ്റെങ്ങും കാണാത്ത തരം സമുദ്രജീവികൾ അവിടെയുണ്ട്. ഉദാഹരണത്തിന് വലിയ ചിലന്തികളും സുതാര്യമായ ജെല്ലി ഫിഷുകളും ഉണ്ട്. മണ്ണിനിടയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണത്. അതുപോലെ അന്റാർട്ടിക്കയിൽ വർഷങ്ങളായി പരിവേശികരെ കുഴപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. അതാണ് രക്ത ഉറവകൾ. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ മണ്ണിൽ നിന്ന് രക്തം വരുന്നത് പോലെ തോന്നും. എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം നൂറുകണക്കിന് അടി മണ്ണിനടിയിലുള്ള അന്തരീക്ഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഉപ്പുവെള്ളം തടാകങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തി. ഈ വെള്ളത്തിൽ ഇരുമ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഓക്സിജനുമായും സൂര്യപ്രകാശവുമായും സമ്പർക്കത്തിൽ വരികയും ഇരുമ്പ് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇത് ചുവപ്പ് നിറമാകുകയും ചെയ്യുന്നു. അന്റാർട്ടിക്കയെ കുറിച്ചുള്ള മൂന്നാമത്തെ വലിയ രഹസ്യം ഇതിന്റെ മഞ്ഞിനടിയിൽ എന്തെങ്കിലും പുരാതന നാഗരികത ഉണ്ടോ എന്നതാണ്. അന്യഗ്രഹ പേടകങ്ങൾ ഇവിടെ കണ്ടതായി പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. 2016 ഗൂഗിൾ എർത്തിൽ അന്റാർട്ടിക്കയിലെ അസാധാരണമായ പല പർവ്വതങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇതിനെ UFO എന്ന് വിളിക്കുമ്പോൾ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ഇത് അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളുടെയും രഹസ്യവ്യാമ പ്രവർത്തനങ്ങളാണ് എന്നാണ്. ഇവിടെയാണ് അന്റാർട്ടിക്കയുടെ ആ മറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ മുഖം വരുന്നത്. ലോകത്തിന്റെ ബാക്കി ഭാഗത്ത് മറ്റ് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അമേരിക്കയും ചൈനയും സോവിയറ്റ് യൂണിയനും അന്റാർട്ടിക്കയിലേക്ക് ആക്രമിച്ച് പര്യവേഷണങ്ങൾ നടത്തുകയാണ്. ചൈന ഇതിനകം തന്നെ ഒന്നിലധികം ഗവേഷണ കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 1969 അന്റാർട്ടിക് ഉടമ്പടി പ്രകാരം ഏത് രാജ്യത്തിനും അവിടെ ശാസ്ത്രീയ പ്രവേശനങ്ങൾ നടത്താം. പക്ഷേ അതിന്റെ ഫലം എല്ലാ രാജ്യങ്ങൾക്കൊപ്പം പങ്കിടണം. 1992 US ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേയിൽ അന്റാർട്ടിക്കയിൽ 500 ബില്യൺ ബാരൽ പ്രകൃതി വാതകത്തിന്റെയും എണ്ണയുടെയും ശേഖരമുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ചൈനയും മറ്റ് രാജ്യങ്ങളും ഈ എണ്ണയ്ക്കും ഗ്യാസിനും വേണ്ടിയല്ല അന്റാർട്ടിക്കയിൽ താല്പര്യപ്പെടുന്നത്. മറിച്ച് ഓസ്മിയം, പ്രസോഡേമിയം, ടർബിയം തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ വൻ ശേഖരം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന ധാതുക്കളാണിവ. ലോകമിപ്പോൾ എണ്ണയിൽ നിന്നും ഗ്യാസിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഊർജം നൽകുന്ന വിഭവങ്ങളിലേക്ക് മാറുമ്പോൾ ഈ ധാതുക്കൾക്ക് എണ്ണയേക്കാൾ ആവശ്യക്കാരുണ്ട്. ഇലക്ട്രിക് കാറുകളും അയൺ ബാറ്ററികളുമാണ് ഭാവി. ഈ ഭാവിയെ നിയന്ത്രിക്കാനുള്ള മത്സരമാണ് സൂപ്പർ പവറുകളെ അന്റാർട്ടിക്കയിലെ മണ്ണിലേക്കും കൊടുങ്കാറ്റിലേക്കും എത്തിച്ചിരിക്കുന്നത്. അന്റാർട്ടിക്കയിലെ അവസാന നിഗൂഢത ഈ സൗതേൺ ഓഷ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ സമുദ്രങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ലോകത്തിലെ കാലാവസ്ഥയും ജലവിതരണവും നിയന്ത്രിക്കുന്നത് സൗതേൺ ഓഷ്യൻ ആണ്. കാരണം ഇത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളുമായി ചേരുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ 15% കാർബൺ ബഹിർഗണവും ആഗിരണവും ചെയ്യുന്നത് സൗതേൺ ഓഷ്യൻ ആണ്. അന്റാർട്ടിക്കയെ കുറിച്ച് ഇപ്പോഴും നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ അന്റാർട്ടിക്കയെ കുറിച്ച് ഇനിയും എന്തൊക്കെ നിഗൂഢതകൾ വെളിപ്പെടുമെന്ന് ആർക്കറിയാം. വീഡിയോ എന്തായാലും അവസാനം വരെ കണ്ടതിൽ വളരെ വളരെ നന്ദി. ഇത്തരം വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത്.